പശ്ചിമേഷ്യൻ സംഘർഷം കൊടുമ്പിഴി കൊള്ളുമ്പോഴും ഇന്ത്യക്ക് പിന്നാലെ മറ്റു രാജ്യങ്ങൾക്കും റഷ്യൻ എണ്ണ വാങ്ങാൻ US അനുമതി നൽകിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 30 ദിവസത്തേക്കുള്ള പ്രത്യേക ഇളവാണ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണ വിപണിയിൽ ഉണ്ടായ കടുത്ത പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ടാണ് ഇത്തരമൊരു നിർണായക നീക്കം അമേരിക്ക നടത്തുന്നത്. ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന റഷ്യൻ എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും അത് വാങ്ങാൻ മറ്റു രാജ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടമാകട്ടെ 30 ദിവസത്തെ ഇളവാണ് അനുവദിച്ചിരിക്കുന്നത്. നിലവിലെ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് ഈ തീരുമാനത്തോടുകൂടി തന്നെ ഒരു മോചനം ലഭ്യമാകുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിൽ എത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് വിപണിയെ ശക്തമാക്കാൻ US ഈ ഒരു താൽക്കാലിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി തന്നെ ലോകത്തെ എണ്ണ വിതരണ ശൃംഖല പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇതേ തുടർന്നുണ്ടായ ക്ഷാമമാകട്ടെ അത് പരിഹരിക്കാൻ തന്നെ മാർച്ച് 12 വരെ കപ്പലുകളിൽ കയറ്റിയ റഷ്യൻ എണ്ണ വിൽക്കാൻ US ട്രഷറി വകുപ്പ് അനുമതി നൽകിയിരിക്കുകയാണ്. ഈ ലൈസൻസ് വാഷിംഗ്ടൺ സമയം ഏപ്രിൽ 11 അർദ്ധരാത്രി വരെ നിലനിൽക്കും. നേരത്തെ മാർച്ച് 5 ഇന്ത്യക്ക് സമാനമായ ഇളവ് അമേരിക്ക അനുവദിച്ചിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 30 ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 124-125 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ ഈ തീരുമാനത്തിലൂടെ തന്നെ വിപണിയിലേക്ക് എത്തും. ഇത് ഗൾഫ് മേഖലയിലെ വിതരണ തടസ്സം മൂലമുള്ള കുറവ് നിലനിർത്താൻ, അതായത് ഇത് നികത്താനായി തന്നെ സഹായിക്കും. അതേപോലെ തന്നെ 40 രാജ്യങ്ങളിൽ നിന്ന് എണ്ണയെത്തും. അതായത് 40 രാജ്യങ്ങളിൽ നിന്നും എണ്ണ എത്തുമെന്ന് പറയുന്നത് സർക്കാർ വെളിപ്പെടുത്താത്ത അവരുടെ പ്ലാൻ ബിയിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. റഷ്യക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാത്ത വിധത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിലേക്കാണ് ഈ ഇളവ് നൽകിയിരിക്കുന്നത് എന്നതാണ് US ട്രഷറി സെക്രട്ടറി ഇവിടെ വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് വരെ ചില ഉപരോധങ്ങളിൽ ഇളവ് നൽകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇന്ധനവില കുതിച്ചുയരുന്നത് തടയാൻ തങ്ങളുടെ തന്ത്രപരമായ എണ്ണ ശേഖരത്തിൽ, അതായത് അവിടെ നിന്നുകൊണ്ട് 172 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ പുറത്തുവിടുമെന്ന് തന്നെയാണ് US ഊർജ്ജ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയിലെ തന്നെ 32 അംഗങ്ങൾ ചേർന്നുകൊണ്ട് ആകെ 400 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ വിതരണ തടസ്സമാണ് പശ്ചിമേഷ്യൻ യുദ്ധം മൂലം ഉണ്ടായിരിക്കുന്നതെന്നതാണ് ഏജൻസികൾ വിലയിരുത്തുന്നതും. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി തന്നെ ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ബാരലിന് $73-75 ആയിരുന്ന എണ്ണവില ഇപ്പോൾ $100 മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകത്തെ ആകെ എണ്ണ ഉപഭോഗത്തിന്റെ 25% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത്. യുദ്ധം തുടങ്ങിയ ശേഷം ഈ മേഖലയിൽ 16 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. കടലെടുക്ക് അടച്ചതിനെ തുടർന്നുകൊണ്ട് അത് തുടരുമെന്ന് ഇറാന്റെ പുതിയ നേതാവ് മൊജ്തബ ഖൊമേനി വ്യക്തമാക്കിയതോടുകൂടി തന്നെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ നീക്കം ഉടൻ തന്നെ പുനരാരംഭിക്കാൻ സാധിക്കില്ല എന്നതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഇത്തരമൊരു ഇളവ് അനുവദിച്ചതുകൊണ്ട് എന്താണ് ഗുണം എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.